ആലപ്പുഴയിൽ മഴ ശക്തമായില്ല എങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവോടെ ദുരിതത്തിലാണ് ജില്ല. കിഴക്കൻ വെള്ളത്തിന്റെ വരവോടെ ചെങ്ങന്നൂരിൽ വിവിധയിടങ്ങളിൽ വെള്ളമുയർന്നതായാണ് ആശങ്ക. കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളമുയർന്നു തുടങ്ങിയെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജില്ലയിൽ ഇന്ന് 30 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തനം ആരംഭിച്ചത്. തെളിഞ്ഞ കാലാവസ്ഥ തുടരുന്ന ആലപ്പുഴ ജില്ലയിൽ വെള്ളപ്പൊക്കം ഇതുവരെയും കാര്യമായി ബാധിച്ചിട്ടില്ല. കിഴക്കൻ ജില്ലകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലപ്പുഴയിലെ ചില പ്രദേശങ്ങളിൽ വെള്ളമുയർന്നിട്ടുണ്ട്. എന്നാൽ കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് തുടങ്ങിയതോടെ കുട്ടനാട്ടിൽ എത്തുന്ന വെള്ളം തോട്ടപ്പള്ളി പുഴയിലൂടെ കടലിലേക്ക് ഒഴുകും. ഇത് സാധാരണ മഴക്കാലത്ത് നടക്കാറുള്ള പ്രതിഭാസമാണ്. ചെങ്ങന്നൂരിൽ പമ്പ, അച്ചൻകോവിലാറുകളിൽ ജലാംശമുയർന്നത് ചെങ്ങന്നൂരിനെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അതേസമയം പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രദേശത്ത് ശക്തമായി തുടരുകയാണ്. അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ കിഴക്കൻ വെള്ളത്തിന്റെ വരവാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കുട്ടനാട്ടിൽ ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നുവെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വെള്ളമുയർന്ന വീടുകളിലെ ജനങ്ങളെ നിലവിൽ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അറിയാലോ, ക്രമാതീതമായിട്ട് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം യാത്രാ സൗകര്യത്തിന് ആൾക്കാർക്ക് വള്ളവും ബോട്ടും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ചെറിയ വണ്ടികളൊന്നും ഓടത്തില്ല. അത് കാരണം ലോറി ഒരെണ്ണം നമുക്ക് തഹസിൽദാർ എം എൽ എ പറഞ്ഞതിന് പ്രതിഫലമായിട്ട് ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. കുറേ രോഗികളെയും എല്ലാം വീടുകളിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് ക്യാമ്പിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. ആലപ്പുഴയിൽ ഇതുവരെ 30 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് 1300 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ആകെ 30 ക്യാമ്പുകളിലായി 377 കുടുംബങ്ങളിലെ 541 പുരുഷന്മാരും 543 സ്ത്രീകളും 216 കുട്ടികളുമാണ് കഴിയുന്നത്. ചെങ്ങന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇവിടെ 17 ക്യാമ്പുകളിലായി 213 കുടുംബങ്ങളിൽ നിന്നുള്ള 759 പേരാണ് കഴിയുന്നത്. ഇതിൽ 341 പുരുഷന്മാരും 303 സ്ത്രീകളും 115 കുട്ടികളുമുണ്ട്. കാർത്തികപ്പള്ളി താലൂക്കിലെ 2 ക്യാമ്പുകളിലായി 94 കുടുംബങ്ങളിൽ നിന്ന് 303 പേരും കുട്ടനാട് താലൂക്കിലെ 6 ക്യാമ്പുകളിലായി 57 കുടുംബങ്ങളിൽ നിന്നുള്ള 181 പേരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. കൂടാതെ മാവേലിക്കര താലൂക്കിലെ 3 ക്യാമ്പുകളിലായി 5 കുടുംബങ്ങളിൽ നിന്നുള്ള 27 പേരും അമ്പലപ്പുഴ താലൂക്കിലെ 1 ക്യാമ്പിൽ 6 കുടുംബങ്ങളിലെ 21 പേരും കഴിയുന്നുണ്ട്. തീരദേശ മേഖലയിൽ കടൽ കയറുന്ന സ്ഥിതി കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായെങ്കിലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.